ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് നോമ്പിൻ്റെ അന്നത്തെ ഒരു വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ ആൾക്കാർ ചെയ്യോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഞാനിത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. രാവിലെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് എടുത്തത്. അങ്ങനെ കുളിക്കാൻ പോയി. കുളിച്ച് വന്നതിന് ശേഷം സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഞാൻ ചെയ്യാറൊന്നുമില്ല. ഒരു ഡേ ക്രീമിന് യൂസ് ചെയ്യുന്ന ഒരു ക്രീമും അതുപോലെ തന്നെ പിന്നെ കോംബയും പിന്നെ ടാൽക്കം പൗഡർ കൊണ്ട് പൗഡർ ഇടും. അത്രേ ഞാൻ ചെയ്യാറുള്ളൂ. വല്ലാതൊന്നും ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരുങ്ങാറൊന്നുമില്ല. പുറത്ത് പോകുമ്പോൾ ഒരുങ്ങും, അല്ലാതെ വീട്ടിൽ നിന്ന് അങ്ങനെ അത്രയ്ക്ക് ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും ഞാൻ അങ്ങനെ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാറില്ല. പിന്നെ ചെയ്യും. പിന്നെ ചെയ്യലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയ്ക്കെപ്പോഴേലും കടലപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യാറുണ്ട്, അല്ലാതെ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ നൈറ്റിലാവുമ്പോൾ ചിലപ്പം ഞാൻ ഐസ് ക്യൂബൊക്കെ വെച്ചിട്ട് മുഖത്തുനിന്ന് കുറച്ച് ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ചൂടൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട്. പിന്നെ അങ്ങനെ സ്കിൻ കെയർ റൂട്ടീനായിട്ട് വല്ലാതൊന്നും ചെയ്യാറില്ല. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ ഖുർആൻ ഓതാറുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഖുർആൻ ഓതി കഴിഞ്ഞ ശേഷം അപ്പോൾ ഞാൻ കുളിച്ച് വന്നപ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം ഞാൻ ഖുർആൻ ഓതിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തു. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അങ്ങനെ നിന്നു. നിസ്കരിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല, അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. എന്നിട്ട് ശേഷം ഒരു 3 മണി 3:30 ആയപ്പോൾ ഞാൻ താത്താൻ്റെ കുട്ടി അവന് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്താണ്. പാലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, പാൽപ്പൊടി യൂസ് ചെയ്തിട്ട് പാൽപ്പൊടി കലക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് ചായപ്പൊടി ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ താത്തല്ലായിരുന്നു, ഒക്കെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കായിരുന്നു ഓരോ കുട്ടീനെ നോക്കാനുള്ള ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ പരിപാടിക്ക് പോയി. അതായത് വല്ലാതെ ഞാൻ പരിപാടി എടുക്കാറൊന്നുമില്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ ഉമ്മക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്താ ചെയ്യാമെന്ന് വെച്ചാൽ വല്ലാതൊന്നും ചെയ്യാറില്ല. എന്നാലും ഞാൻ ആദ്യം തന്നെ ലൈം ഉണ്ടാക്കാൻ നിൽക്കും. പിന്നെ ഉമ്മക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉമ്മ എല്ലാ കൂട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാനാണ് അത് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പിന്നെ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് പൊരിക്കില്ല. അപ്പോൾ ഞാനത് ചെയ്ത് കൊടുത്തു. പക്ഷെ അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ ആ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചു. എനിക്കിങ്ങനെ സിങ്കിൽ കുറേ പാത്രം കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം അതുകൊണ്ട് അപ്പപ്പുള്ള പാത്രങ്ങൾ ഞാൻ അപ്പപ്പം തന്നെ കഴുകി വെക്കാറാണ് പതിവ്. നിങ്ങൾക്ക് എങ്ങനെയാണോ എന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒരുപാട് പാത്രം കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ദേഷ്യമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് പാത്രം ഉണ്ടെങ്കിൽ തന്നെ അപ്പം ഞാൻ കഴുകി വെക്കും. പിന്നെ അങ്ങനെ അവനക്ക് ഞാൻ സ്നാക്സും പിന്നെ ചായയും കൊടുത്തതിന് ശേഷം ഞാൻ ലൈം ഉണ്ടാക്കാൻ നിന്നു. പിന്നെ ഞാൻ ലൈം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ വലുതായിട്ടൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. പിന്നെ കുറേ ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് ഞാൻ ഇടേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ എനിക്കതൊരു ഇതാവും. കാരണം അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു ഡൗട്ടാണ് എങ്ങനത്തെ വീഡിയോസാണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം നിങ്ങൾ കമൻറ്റിൽ
പറയാം കേട്ടോ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷമുള്ള ഇനി എടുക്കുന്ന വീഡിയോസ് ചിലപ്പം ഞാൻ കുറച്ച് ലേറ്റാവും. ഞാൻ വീട്ടിലുണ്ടാവില്ല, അപ്പം കുറച്ച് ലേറ്റാവും. അപ്പം ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഈ ലൈം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിലെടുത്തിട്ടില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇതിലെടുത്തിട്ടില്ല. അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണിൽ ചാർജൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഇടയിൽ പഞ്ചസാര എടുത്തുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് താത്താൻ്റെ കുട്ടി വന്നു. ഒരു പഞ്ചസാര കള്ളനാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു മരിബാങ്ക് കൊടുക്കണ ആ ഒരു ടൈം ആവാൻ നേരത്ത് എല്ലാതും വെള്ളവും കാര്യങ്ങളൊക്കെ ഞാൻ ടേബിളിന്മേൽ എടുത്തു വെച്ചു. അതാണ് കാണിക്കണത്. ഞങ്ങൾ വെള്ളം കുടിച്ചിട്ട്, സാധാ ചൂടുവെള്ളം കുടിച്ചിട്ടാണ് നോമ്പ് തുറക്കാറ്. പിന്നെയാണ് നാരങ്ങ വെള്ളം ഒഴിക്കാറ്. പ്രത്യേകിച്ചൊന്നുമില്ല, ബത്തക്കയും പിന്നെ കട്ട്ലേറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് പൊറാട്ടയും പിന്നെ പത്തിരിയും അതേപോലെ തന്നെ ചപ്പാത്തിയായിരുന്നു. അപ്പം അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നീറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പം നീറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. +2 കഴിഞ്ഞിട്ട് എന്താ ഇനി പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ നീറ്റൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് എഴുതണം. അപ്പം അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാൻ മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ വെള്ളം കുടിച്ച്, നല്ല ചൂടാണല്ലോ, തണുത്ത വെള്ളം തന്നെ കുടിച്ചിട്ട് അത് കുടിക്കലും പഠിക്കലും ഒക്കെ പാടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചതിന് ശേഷം വെള്ളം കുറച്ചേ കുടിക്കാറുള്ളൂ, എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്നത്ര ഞാൻ കുടിക്കും. എന്നിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ, കാരണം നോമ്പ് വന്നതിന് ശേഷം ഒന്നും വേണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് കുറച്ച് കഴിച്ചു. പിന്നെ തക്കാളിച്ചട്ടിയും ചിക്കൻ പൊരിച്ചതും അതേപോലെ മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിക്കാൻ വേണ്ടി പോയി. എല്ലാവർക്കും അറിയാമല്ലോ, ചൂടാണ്. അപ്പോൾ പിന്നെ 2 വട്ടം കുളിക്കുക എന്നുള്ളത് മസ്റ്റാണ്. പിന്നെ നൈറ്റ് ക്രീമും അങ്ങനെ ലിപ് കെയറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.